നമസ്കാരം. 2026 മാർച്ച് 19 ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും സുപ്രധാന റിലീസ് ദിവസമായി ഇതിനോടകം തന്നെ ആ ദിവസം മാറിക്കഴിഞ്ഞു. വെക്കേഷൻ തുടങ്ങുന്നതിന് മുമ്പുള്ള വീക്കെൻഡ് എന്നതിനപ്പുറം ഏറെ പ്രതീക്ഷയോടുകൂടി ഇന്ത്യൻ ആരാധകർ കാത്തിരിക്കുന്ന ചിത്രങ്ങളാണ് ആ ദിവസം റിലീസിനായി ഇതിനോടകം തന്നെ തയ്യാറെടുക്കുന്നത്. ദുരന്തർ 2, ടോക്സിക്, ആട് 3. ഇതിൽ ആട് 3 താരതമ്യേന ഒരു റീജിയണൽ മലയാള ചിത്രമാണെങ്കിലും മലയാള സിനിമയുടെ ഇപ്പോഴത്തെ പൊട്ടൻഷ്യലും റീച്ചും വെച്ച് ആട് 3 ഒരു പാൻ ഇന്ത്യൻ ചിത്രം തന്നെയാകുന്നുണ്ട്. മികച്ച പ്രതികരണം ലഭിക്കുകയാണെങ്കിൽ ബോക്സ് ഓഫീസിൽ ആട് 3ക്ക് ചരിത്ര വിജയം നേടാം. പിന്നീട് എത്തുന്നത് ദുരന്തർ 2ഉം ടോക്സിക്കും. ദുരന്തറിൽ നിന്ന് തന്നെ തുടങ്ങേണ്ടി വരും. ഡിസംബർ 5, 2025 ദുരന്തർ തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. റിലീസിന് മുമ്പ് തന്നെ ഹൈപ്പുകൾ ഏറെയായിരുന്നെങ്കിലും ഒരുപാട് ഹെയ്റ്റ് ക്യാമ്പയിൻ ചിത്രം നേരിട്ടു. ആദ്യ 2 ദിവസത്തെ കളക്ഷൻ ആ ഹെയ്റ്റ് ക്യാമ്പയിൻ കാരണം ബാധിക്കുകയും ചെയ്തു. എന്നാൽ ദുരന്തർ അവിടുന്ന് തുടങ്ങിയ യാത്ര പിന്നീട് അവസാനിപ്പിച്ചത് 1000 കോടിയിലാണ്. 1000 കോടിയിൽ നിന്നും നിർത്താതെ ഇപ്പോഴും ബോക്സ് ഓഫീസിൽ നിറഞ്ഞ സദസ്സോടുകൂടിയാണ് ദുരന്തർ മുന്നേറുന്നത്. രൺവീർ സിംഗ് എന്ന താരത്തിന്റെ ഏറ്റവും മികച്ച എക്സ്പ്ലോഷൻ തന്നെയായിരുന്നു ദുരന്തറിൽ കണ്ടത്. നടനായും താരമായും രൺവീറിനെ അടുത്ത കാലത്തൊന്നും ആരും ഇത്തരത്തിൽ ഉപയോഗിച്ചിട്ടില്ല. റിയൽ ലൈഫ് ഇൻസിഡൻസിനെ ആസ്പദമാക്കിയുള്ള ചിത്രം ബോക്സ് ഓഫീസിൽ ചരിത്ര വിജയം നേടുന്നു. മാത്രമല്ല ചിത്രത്തിന്റെ 2ാം ഭാഗത്തിനുള്ള കാത്തിരിപ്പും ആരാധകർ തിയേറ്റർ വിട്ടപ്പോൾ തന്നെ തുടങ്ങി. കണ്ട് പാതി വെച്ച കഥ എന്താകും ബാക്കിയെന്ന ആകാംക്ഷയിലാണ് ഇപ്പോൾ ആരാധകർ. രൺവീർ സിംഗിന്റെ കരിയറിലെ ഏറ്റവും റഫ് പാച്ചിലൂടെയാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കടന്നു പോരുന്നത്. വമ്പൻ പ്രതീക്ഷയിലെത്തിയ റോക്കി ഓർ റാണി കി പ്രേം കഹാനി മാത്രമാണ് അതിൽ വിജയമായത്. അതിനുശേഷം ദുരന്തർ എത്തുമ്പോൾ പ്രതീക്ഷകൾ ഏറെയായിരുന്നു. ചിത്രം ബോക്സ് ഓഫീസിൽ ചരിത്ര വിജയം നേടിയെന്നതിനപ്പുറം രൺവീറിനെ നാഷണൽ അവാർഡിന് അടക്കം പരിഗണിക്കണമെന്നുള്ള ആവശ്യങ്ങൾ ശക്തമാണ്. രൺവീർ സിംഗിനപ്പുറം അക്ഷയ് ഖന്നെ, അർജുൻ റാംപാൽ, ആർ മാധവൻ എന്നിവരുടെ പ്രകടനവും ചിത്രത്തിൽ മികച്ചു നിന്നു. ചിത്രത്തിന്റെ രാഷ്ട്രീയങ്ങൾക്ക് നേരെ പലതരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ടെങ്കിലും ചിത്രം മികച്ച തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് തന്നെയാണ്. എല്ലാ ഭാഗങ്ങളും ഏറ്റവും കൂടുതൽ ആരാധകരും സിനിമാ പ്രേമികളും ആഘോഷിക്കുന്ന തരത്തിലാണ് ചിത്രം എടുത്തു വെച്ചത്. അത്രത്തോളം ഇമ്പാക്റ്റ് പ്രേക്ഷകർക്കിടയിൽ ഉണ്ടാക്കാൻ ദുരന്തറിന് സാധിച്ചു. തിയേറ്ററിൽ റെഡ് സ്ക്രീൻ വരുമ്പോൾ ആരാധകരുടെ കണ്ണ് നിറഞ്ഞു. ഇന്ത്യയിൽ നടന്ന പല സംഭവങ്ങളും പാകിസ്ഥാനിലേക്കുള്ള സ്പൈയുടെ ജീവിതവും ഒക്കെ തന്നെയാണ് ദുരന്തർ പറഞ്ഞു വെക്കുന്നത്. എന്നാൽ ചിത്രത്തിന്റെ 2ാം ഭാഗം തുടർച്ച തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ആരാധകർ ഇതിനോടകം തന്നെ ചിത്രത്തിനായുള്ള കാത്തിരിപ്പ് തുടങ്ങിയതും. അടുത്ത ചിത്രം 4 വർഷങ്ങൾക്ക് ശേഷമുള്ള റോക്കി ബായുടെ ബോക്സ് ഓഫീസിലേക്കുള്ള റീ എൻട്രി ആണ്. KGF ശേഷം യഷിന്റെ അടുത്ത ചിത്രം ഏതാകുമെന്ന കാത്തിരിപ്പിലായിരുന്നു ആരാധകർ. അതിനിടയിലാണ് ഗീതു മോഹൻദാസിന്റെ പേര് ആദ്യ റൗണ്ടിൽ പറഞ്ഞു കേട്ടത്. എന്നാൽ ആരാധകർ അത് നിഷ്കർണം തള്ളിക്കളഞ്ഞു. എന്നാൽ ആ പ്രൊജക്ട് ഓണാവുകയും ടോക്സിക് ഗീതു മോഹൻദാസ് ഡയറക്റ്റ് ചെയ്യുകയും ചെയ്തു. ഗീതു മോഹൻദാസ് എന്ന ഫിലിം മേക്കറെ കുറിച്ച് പലതരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ടെങ്കിലും ഇന്ത്യയിലെ ഏറ്റവും റെപ്യൂട്ടഡ് ഫിലിം മേക്കേഴ്സിൽ ഒരാളാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. യഷിനെ എങ്ങനെ പ്രസന്റ് ചെയ്യുമെന്ന ആകാംക്ഷയിലായിരുന്നു ആരാധകർ. കഴിഞ്ഞ ദിവസം എത്തിയ ടീസറിന് വലിയ രീതിയിലുള്ള വിമർശനങ്ങളുണ്ടെങ്കിലും യഷിന്റെ റായ എന്ന കഥാപാത്രത്തിന്റെ ഗ്രാഫ് എത്രത്തോളം ആയിരിക്കുമെന്ന് ഊഹിക്കാൻ പറ്റുന്നത് തന്നെയാണ് ആ ടീസർ. അതുകൊണ്ട് ടോക്സിക്കുള്ള പ്രതീക്ഷയും ഏറെയാണ്. KVN പ്രൊഡക്ഷനാണ് ചിത്രം നിർമ്മിക്കുന്നത്. യഷിന്റെ തന്നെയാണ് ചിത്രത്തിന്റെ കഥയും. ഏത് തരത്തിലുള്ള ഗ്രാഫിലായിരിക്കും, ഏത് തരത്തിലുള്ള ടെറൈനിലായിരിക്കും റോക്കി ബായെ വീണ്ടും അവതരിപ്പിക്കുക എന്നാണ് ഇപ്പോഴുമുള്ള പ്രേക്ഷകരുടെ ആകാംക്ഷ. വരും ദിവസങ്ങളിൽ മാത്രമാണ് ചിത്രത്തിന്റെ അപ്ഡേറ്റുകളൊക്കെ അറിയാൻ സാധിക്കൂ. യഷിനൊപ്പം ഒരുപാട് മികച്ച താരങ്ങളും ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട്. രുക്മിണി ബേസൻ, നയൻതാര, കിയാറ അഡ്വാണി എല്ലാവരും ചിത്രത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് ചിത്രത്തിന്റെ ഹൈപ്പും പ്രതീക്ഷയും എല്ലാം ഏറെയാണ്. ദുരന്തറിനൊപ്പം ക്ലാഷ് ഉണ്ടാകാതെ ടോക്സിക് മാറുമെന്ന് ഒരു സമയത്ത് ചർച്ചകൾ ഉണ്ടായിരുന്നു. എന്നാൽ അതെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ ദിവസത്തെ ടീസറിൽ ഡേറ്റ് അടക്കം അനൗൺസ് ചെയ്തത്. 3ാമത്തെ ചിത്രം ആട് 3 ആണ്. പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ചിത്രങ്ങളിൽ ഒന്ന്. മലയാളി പ്രേക്ഷകർക്ക് അത്രത്തോളം ആകാംക്ഷയും എന്റർടൈനിങ്ങുമായിട്ടുള്ള സീരീസിന്റെ അവസാന ഭാഗം. ഏത് തരത്തിലായിരിക്കും ചിത്രത്തിന്റെ ജോണർ എന്നാണ് ആരാധകർ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത്. ഒരു നോർമൽ ആട് സീരീസിനപ്പുറം ഒരുപാട് എക്സൈറ്റിംഗ് ഫാക്ടറുകൾ ചിത്രത്തിൽ ഉണ്ടെന്നുറപ്പാണ്. 2 ഗെറ്റപ്പിലാണ് ജയസൂര്യ അടക്കമുള്ള എല്ലാ താരങ്ങളും എത്തുന്നത്. ജയസൂര്യയുടെ 4 വർഷങ്ങൾക്ക് ശേഷമുള്ള ബോക്സ് ഓഫീസ് തിരിച്ചുവരവ് തന്നെയാണ് ആട് 3യിലൂടെ സാധ്യമാക്കുന്നത്. ഒരു നടനെ സംബന്ധിച്ച് 4 വർഷം ബ്രേക്ക് എന്നത് ഏറ്റവും റിസ്ക് തന്നെയാണ്.
എന്നാൽ ആട് 3 പോലൊരു വമ്പൻ പ്രൊജക്ടിന് വേണ്ടി ജയസൂര്യ എടുക്കുന്ന റിസ്ക് വേർത്ത് തന്നെ ആകുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ ഇപ്പോഴുള്ളത്. മിഥുൻ മേനോൻ എന്ന ഡയറക്ടറിലും അത്രത്തോളം പ്രതീക്ഷയുണ്ട്. ചിത്രത്തിന്റെ ആദ്യ ഭാഗം ബോക്സ് ഓഫീസിൽ പരാജയമായിരുന്നു. എന്നാൽ DVD റിലീസിന് ശേഷമാണ് ചിത്രത്തിന് വലിയ രീതിയിലുള്ള സ്വീകാര്യത ലഭിച്ചത്. ചിത്രത്തിന്റെ രണ്ടാം ഭാഗം 2017 റിലീസായത്. ബോക്സ് ഓഫീസിൽ ചരിത്ര വിജയവും അത് സ്വന്തമാക്കി. മൂന്നാം ഭാഗത്തിലെത്തുമ്പോൾ അത്രത്തോളം വെറൈറ്റിയോടുകൂടി ആരാധകരെ എൻട്രീൻ ചെയ്യിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മാത്രമല്ല, ഇന്ത്യ ഒട്ടാകെ വലിയ രീതിയിലുള്ള ചർച്ചയാകാനുള്ള സാധ്യതകൾ ചിത്രത്തിനുണ്ട്. 19-ാം തീയതിക്ക് ശേഷം 26-ാം തീയതി എത്തുന്ന നാനി ചിത്രം പാരഡൈസിനും ഇതിനോടകം തന്നെ പ്രതീക്ഷകളേറെയാണ്. അതോടൊപ്പം രാം ചരൺ ചിത്രമായ പെഡ്ഡിയും റിലീസിന് എത്തുമെന്ന സൂചനകളുമുണ്ട്. എന്നാൽ മാർച്ച് അവസാനം ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും പ്രതീക്ഷയോട് കാത്തിരിക്കുന്ന 2 വീക്കെൻഡുകളാണ് വരാനിരിക്കുന്നത്. നിങ്ങൾ കാത്തിരിക്കുന്ന ചിത്രം ഏതെന്ന് വെച്ചാൽ കമന്റ് ചെയ്യുക.